നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനി ജില്ലാതല ഉദ്ഘാടനം അഡ്വക്കേറ്റ് ടി. മോഹനൻ MLA കണ്ണൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിർവഹിച്ചു. UDF സർക്കാരിന്റെ ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഒന്നായ പ്രിയദർശിനി സൗജന്യ ബസ് യാത്രാ പദ്ധതിക്ക് കണ്ണൂരിൽ ആവേശോജ്വലമായ തുടക്കം. സംസ്ഥാന ചരിത്രത്തിലാദ്യമായി സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ ഡിപ്പോയിൽ ടി. മോഹനൻ MLA നിർവഹിച്ചു. തെരഞ്ഞെടുപ്പ് സമയത്ത് പല വാഗ്ദാനങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ നൽകാറുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവയൊക്കെ ഭൂരിഭാഗവും മറന്നു പോകുന്നതാണ് കാണാറ്. സാമ്പത്തിക ബാധ്യത ഉള്ള പദ്ധതികൾ മാറ്റിവെച്ച് സാമ്പത്തിക ബാധ്യതയില്ലാത്ത ചില പൊടിക്കൈകൾ പ്രയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ചരിത്രമാണുള്ളത്. എന്നാൽ അതൊക്കെ കാറ്റിൽ പറത്തി അതെല്ലാം മാറ്റിവെച്ച് ഒരു വിപ്ലവകരമായ തീരുമാനം അധികാരം ഏറ്റെടുത്ത് മന്ത്രിസഭാ രൂപീകരണം കഴിഞ്ഞ് കേവലം 25 ദിവസം പൂർത്തിയാകുന്നതിന് മുൻപ് നടപ്പാകുകയാണ്. ഏകദേശം 18-നാണ് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തത്. 21-നാണ് നിയമസഭ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത്. അതിനുശേഷം ഈ 15-ാം തീയതി കേവലം ഒരു മാസം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഈ തീരുമാനം നടപ്പാക്കുമ്പോൾ മാസം 70 കോടിയോളം രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. ഏറ്റവും സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ഒരു സംസ്ഥാനം ഒരു വർഷം 1000-ഓളം കോടി രൂപയുടെ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് ജനപക്ഷത്ത് നിൽക്കുന്നുവെങ്കിൽ ആ സർക്കാർ അടുത്ത 5 വർഷം എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ തുറന്ന പ്രഖ്യാപനമാണ്. ഈ ഇച്ഛാശക്തിയോടെ ഈ തീരുമാനം നടപ്പാക്കിയ കേരളത്തിലെ VD സതീശൻ സർക്കാരിന് കേരളത്തിലെ വനിതകളുടെ മാത്രമല്ല ഓരോ കുടുംബത്തിൻ്റെയും ഐക്യദാർഢ്യമുണ്ടാകും. ചടങ്ങിൽ KSRTC കണ്ണൂർ ജില്ലാ ഡിപ്പോ എഞ്ചിനീയർ അനീഷൻ, കൺട്രോളർ ഇൻസ്പെക്ടർ സന്തോഷ്, ഇൻസ്പെക്ടർ AN രാജേഷ്, ബഡ്ജറ്റ് ടൂറിസം സെൽ ജില്ലാ കോർഡിനേറ്റർ തൻസീർ KR, ജില്ലയിലെ UDF നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. കണ്ണൂർ ജില്ലയിലെ മറ്റു കേന്ദ്രങ്ങളിലും വിപുലമായ ഉദ്ഘാടന ചടങ്ങുകളാണ് സംഘടിപ്പിച്ചത്. കണ്ണൂർ ഡിപ്പോയിലെ കണ്ടക്ഷനാണ്. വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്, അതുപോലെ തന്നെ ആവേശമുണ്ട്. കാരണം സ്ത്രീകളെല്ലാവരും അംഗീകരിക്കപ്പെടുക എന്നുള്ളത് എല്ലാവർക്കും ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു തുടക്കം നല്ലതിനാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് ഇത്തരത്തിലുള്ളൊരു പദ്ധതി ഈ ഒരു സർക്കാർ നടപ്പിലാക്കുന്നത്. ഇതുമൂലം ഒരുപാട് വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും ഒരുപാട് ഗുണങ്ങൾ നേടാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ളൊരു പദ്ധതി നടപ്പിലാക്കിയ VDS സർക്കാരിന് ഒരുപാട് അഭിനന്ദനം. ഞാൻ 20 വർഷത്തിൽ കൂടുതലായി ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എപ്പോഴും കണ്ണൂരിൽ നിന്ന് അങ്ങോട്ട് പരിയാരം മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 20 വർഷത്തിൽ കൂടുതൽ KSRTC തന്നെയാണ്, കൂടുതലും KSRTC യാത്ര തന്നെയാണ് പ്രിഫർ ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു സർക്കാരിൻ്റെ തീരുമാനം ആദ്യം ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചതിൽ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു വിഷയമാണിത്.
സമഗ്ര ന്യൂസ് കണ്ണൂർ.